ബെൻഡിങ് ഓപ്പറേറ്ററായ റിനു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത്. അത് ഇവിടെ വരെ പറഞ്ഞ് പൂർണ്ണമാക്കി. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ വരെ പറഞ്ഞ് പൂർണ്ണമാക്കി. ഇവിടെ വരെ പറഞ്ഞ് പൂർണ്ണമാക്കി എന്ന് പറഞ്ഞാൽ തിക്നെസ് കൺസിഡർ ചെയ്യാതെ പറഞ്ഞ് പൂർണ്ണമാക്കി എന്ന് പറയാം. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു തന്നിരുന്നു. തുടക്കക്കാർക്ക് തിക്നെസ് കനം പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിച്ചാൽ അത് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തിക്നെസ് കനം കണക്ക് കൂട്ടാതെ ആദ്യം പഠിപ്പിച്ചതിന് ശേഷം കനം കണക്ക് കൂട്ടാമെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ റിനു സംശയമായി ചോദിച്ചത് ഇതേ ആകൃതിയിലുള്ള ജോബാണ്. ഇതിൽ തിക്നെസ് ഉണ്ട്, കനമുണ്ട്, മെഷർമെന്റ് ഇതിൽ എഴുതിയിട്ടില്ലെന്ന് മാത്രം. ഇതിനു മുമ്പുള്ള പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ മെഷർമെന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, അളവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് ഫാബ്രിക്കേഷൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ മലയാളം എപ്പിസോഡിലെ 9 കാണുന്നതിന് മുമ്പ് നിങ്ങൾ 8 കണ്ടിരിക്കണം. കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് പരിപൂർണമായിട്ടും മനസ്സിലാക്കുന്നതിന് ചെറിയ തടസ്സങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് 8 കാണുക, അതിനുശേഷം 9 കാണുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്രകാരം ഒരു ജോബ് ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മെഷർമെന്റുകൾ എത്ര വേണം, ഡിഗ്രി എത്ര വേണം എന്നൊക്കെ തിക്നെസ് ഇല്ലാതെ കഴിഞ്ഞയാഴ്ച കണ്ടുപിടിച്ച ഡയഗ്രാമാണിത്. ഇവിടം മുതൽ ഇവിടം വരെ 100 എന്നും ഇവിടം മുതൽ ഇവിടം വരെ 40 എന്നും ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് 40 എന്നും വീണ്ടും ഇവിടം മുതൽ ഇവിടം വരെ 100 എന്നും നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത്, ചരിഞ്ഞ നീളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണക്ക് കൂട്ടിയെടുത്തിരുന്നു 64.03. 64.03 ആവാൻ തിരശ്ചീന ലെവലിൽ നിന്ന് 51.3 ഡിഗ്രി പൊങ്ങിയെന്നും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിലെ മുഴുവൻ മെഷർമെന്റുകളും റിനു എനിക്ക് തന്നിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിലുണ്ട്. കഴിഞ്ഞ പേജുകൾ നോക്കിയാലും അത് മനസ്സിലാക്കാം. റഫായിട്ട് ആ മെഷർമെന്റുകൾ മാത്രം കാണിച്ചുകൊണ്ട് തിക്നെസ് കണക്ക് കൂട്ടിക്കൊണ്ട് എങ്ങനെ ഇതിന്റെ ബെൻഡിങ് കൃത്യമായി ചെയ്യാം എന്ന് പഠിപ്പിച്ചു തരാം. കാരണം 100 ഇതിൽ ബെൻഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. കാരണം എന്താണ്? ഔട്ട്സൈഡിൽ കാണുന്ന, പുറത്ത് കാണുന്ന നീളമല്ല ഉള്ളിൽ കാണുന്ന നീളം. പുറത്ത് കാണുന്ന നീളത്തെക്കാളും കുറവാണെന്ന് കാണാം. അതുപോലെ ഇവിടെയും പുറത്ത് കാണുന്ന നീളത്തെക്കാളും കുറവാണ് ഉള്ളിലുള്ള നീളമെന്നറിയാം. റഫായിട്ട് പഠിക്കാൻ വേണ്ടി അറ്റം മുതൽ കോർണർ വരെ 100 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ പഠിച്ചു എന്ന് മാത്രം. ഇവിടെയും അറ്റം മുതൽ കോർണർ വരെ 100 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ പഠിച്ചു എന്ന് മാത്രം. ഓക്കെ. റിനു തന്ന ബെൻഡിങ്ങിലെ മെഷർമെന്റുകൾ ഒന്ന് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞയാഴ്ച നിങ്ങൾ കണ്ടതാണ്, പഠിച്ചതാണ്. അതുകൊണ്ട് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. റിനു തന്ന മെഷർമെന്റുകൾ ഇതായിരുന്നു. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം 100 എന്ന് പറഞ്ഞ് തന്നിരുന്നു. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം 100 എന്ന് പറഞ്ഞു തന്നിരുന്നു. ഇവിടം മുതൽ താഴെ 50 എന്ന് പറഞ്ഞു തന്നിരുന്നു. ഞാൻ വരച്ചിരിക്കുന്ന ഡയമെൻഷനുകൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രകാരം തന്നെയാണ്. ജോബിൽ നിന്ന് നിശ്ചിത അകലത്തിലേക്ക്
മാറ്റി ഞാൻ ഡയമെൻഷൻ ലൈനുകൾ വരച്ചിരിക്കുന്നു. റഫ് സ്കെച്ച് ആയതുകൊണ്ട് മാത്രം ഇപ്രകാരം. ആ ജോബ് തന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം RMM പ്ലേറ്റ് ആണെന്ന് കൂടി പറഞ്ഞു തന്നിരുന്നു. ഈ മെഷർമെന്റ് തന്നിരുന്നില്ല. ഈ മെഷർമെന്റ് തരാത്തിടത്തോളം കാലം നമുക്ക് ഡിഗ്രി എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് 50 കൊണ്ടുവന്ന് നിർത്താം. അപ്പോൾ ഈ ലെങ്ത് ഒന്നുകിൽ പറയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ ഈ ഡിഗ്രി ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് ഡിഗ്രി പറയേണ്ടതുണ്ട്. അത് രണ്ടും പറയാഞ്ഞതിനാൽ, അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് പറഞ്ഞാലും മതിയാവും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം പറഞ്ഞാലും മതിയാവും. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു നീളമായിട്ട് 240 എന്നുള്ളൊരു നീളം വെച്ചു. ബാക്കി എല്ലാ മെഷർമെന്റുകളും റിന്യൂ പറഞ്ഞ പോലുള്ള മെഷർമെന്റുകൾ. ഇനി നമുക്ക് എന്താണ് ബെൻഡ് ചെയ്യാൻ, എത്ര ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യണം, കൃത്യമായ അളവുകൾ മനസ്സിലാക്കാനാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം 100 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. പക്ഷെ ഒരിക്കലും ബെൻഡ് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ബെൻഡിങ്ങിന് സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വി ബ്ലോക്കും മുകളിലുള്ളൊരു പഞ്ച് സിസ്റ്റവുമാണ്. പല സിസ്റ്റങ്ങളിൽ ബെൻഡ് ചെയ്യാമെങ്കിലും ഒരു സിസ്റ്റം ഇതാണ്. അപ്പോൾ ഇവിടെ ഈ മാർക്കിംഗ്, ഉള്ളിലുള്ള മാർക്കിംഗ് ഈ പഞ്ചിലാണോ വന്ന് മുട്ടുന്നത്, ഈ കോർണറിലാണോ വന്ന് മുട്ടുന്നത്. അപ്പോൾ ഒരിക്കലും പുറത്തെ മെഷർമെന്റ് ഇല്ല, ഉള്ളിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ ഏറ്റവും ആദ്യം ഞാൻ കാണിച്ച ഡയഗ്രാം മാത്രം നോക്കിയാൽ മതിയാകും. ഇന്ന് ഏറ്റവും ആദ്യം കാണിച്ച ഡയഗ്രാം ഇതാണ്. ഇതിൽ നോക്കുക, മെഷർമെന്റ് പറഞ്ഞിരിക്കുന്ന ഇവിടെ മുതൽ 100 എന്നുള്ളതാണ്. പക്ഷെ ബെൻഡ് ചെയ്യാനായിട്ട് പ്ലെയിൻ പ്ലേറ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ 100 അല്ലല്ലോ മാർക്ക് ചെയ്യേണ്ടത്. കാരണം ഇവിടെയാണല്ലോ ബെൻഡിങ് കൊടുക്കുന്നത്. ബെൻഡിങ് കൊടുത്തതിന് ശേഷം ഇവിടെ ഷാർപ്പൻഡ് ബെൻഡിങ്ങും ഔട്ട്സൈഡ് ലേശം കേർവ്ഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അതുകൊണ്ട് അതിന്റെ ആ മേഖലയിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മളുടെ സമയം നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ബെൻഡ് ചെയ്യുമ്പോൾ ഇൻസൈഡിൽ എപ്പോഴും ഷാർപ്പൻഡ് ആയിരിക്കും, ഔട്ട്സൈഡിൽ ലേശം കേർവ്ഡ് ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഓർത്തിരിക്കുക. ഏത് ബെൻഡിങ്ങിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ബെൻഡിങ്ങിന്റെ സമയത്തും അങ്ങനെ തന്നെയാണ്. ഉള്ളില് ഷാർപ്പായിരിക്കും, ഔട്ട്സൈഡിൽ ലേശം കേർവ്ഡ് ആയിരിക്കും, വർത്തുളാകൃതി ഉണ്ടായിരിക്കും. പക്ഷെ കണക്ക് പഠിക്കാൻ വേണ്ടി നാം കൃത്യം എൻഡ് RMM എവിടെ വന്ന് നിൽക്കുമോ എന്നുള്ളത് കൃത്യമായി നമ്മൾ വരച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഔട്ട്സൈഡും ഇൻസൈഡും നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 100 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 100 എന്ന് കിട്ടിയിരിക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. 90 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ 100 ആണെങ്കിൽ നമ്മൾ ബെൻഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട മെഷർമെന്റ് ഇവിടം മുതൽ ഇവിടം വരെയാണ്. അത് ഒരിക്കലും 100 ആയിരിക്കില്ല. ഇത് 5 mm തിക്നെസ് ഉള്ളതാണെങ്കിൽ 5 mm കുറക്കണം. 10 mm തിക്നെസ് ഉള്ളതാണെങ്കിൽ 10 mm കുറക്കണം. 30 mm തിക്നെസ് ഉള്ള 30 mm കുറക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. ഇത്രയും എക്സ്ട്രാ കെയർ നിൽക്കുന്നുണ്ട് ഇവിടെ. ബെൻഡിങ്ങിൽ നിന്ന് നേരെ താഴോട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പുറത്തോട്ടുണ്ടല്ലോ. അപ്പൊ 100-ൽ നിന്ന് നിശ്ചിത മെഷർമെന്റ് അളവ് കുറക്കണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുമ്പ് പറഞ്ഞ മെഷർമെന്റുകൾ അതേപടി ഞാൻ എഴുതുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എപ്പിസോഡിൽ കണ്ട കണക്ക് കൂട്ടിയെടുത്ത കണ്ടുപിടിച്ച മെഷർമെന്റുകളാണിത്. 100 എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. 40 എന്നുള്ളതും തന്നിട്ടുള്ളതാണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള തിരശ്ചീനമായിട്ടുള്ള നീളമാണത്. ഈ 64.03 എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടുപിടിക്കുകയായിരുന്നു. പിന്നെ ഈ 100ഉം തന്നിട്ടുണ്ട്. പിന്നെ തിക്നെസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, കനമായിട്ട് പറഞ്ഞിരിക്കുന്നത് RMM ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, RMM എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ബെൻഡ് ചെയ്യാനുള്ള മെഷർമെന്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ചെയ്തതുപോലെ ട്രിഗണോമെട്രിക്കൽ കാൽക്കുലേഷനിലേക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് നേരെ താഴോട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ ഈ RMM തിക്നെസിന്റെ ബോട്ടം ലൈനിൽ എത്തും, താഴെ എത്തും. അവിടെ നിന്ന് വലതോടൊരു ലൈൻ വരച്ചാൽ
ഈ മൂലയിലെത്തും. ആ മൂലയിൽ നിന്ന് മുകളിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് ചരിഞ്ഞു വരച്ചു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യാൻ പോകുന്നത് ഇൻസൈഡിലെത്തും. ഞാനിപ്പോൾ വരച്ചത് ഏകദേശം ഒരു ത്രികോണമാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ത്രികോണാകൃതിയാണ്. താഴോട്ട് അത് ഞാനിവിടെ വരച്ചിരിക്കുന്നു, താഴോട്ട് ഇത്തിരി വലുതാക്കി വരച്ചിരിക്കുന്നു. താഴെ എവിടെ എത്തുമോ അവിടെ നിന്ന് വലത്തോട്ട് അത് ഞാനിവിടെ ഇത്തിരി വലുതാക്കി വരച്ചിരിക്കുന്നു. വലത് ഭാഗത്ത് എവിടെ എത്തുന്നോ അവിടെ നിന്ന് ബെൻഡ് ചെയ്യുന്ന ഇൻസൈഡ് ഭാഗത്തേക്ക് അത് ഞാനിവിടെ ഇത്തിരി വലുതാക്കി വരച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ത്രികോണം ഞാനിവിടെ വലുതാക്കി വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ ത്രികോണത്തിലൂടെ നമുക്ക് ഈ മെഷർമെന്റ് കിട്ടിയാൽ മതിയല്ലോ. 100 നിന്ന് ഈ ത്രികോണത്തിൽ ഈ മെഷർമെന്റ് എത്ര കിട്ടുന്നുവോ അത് കുറച്ച് കഴിഞ്ഞാൽ ആ മെഷർമെന്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മളുടെ വലിയൊരു കണക്ക് കഴിഞ്ഞു. അത് കണ്ടുപിടിക്കുന്നതോടുകൂടി ബെൻഡ് ചെയ്യാനുള്ള കൃത്യമായ മെഷർമെന്റ് കിട്ടും. അപ്പൊ ചിലരൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത്രയും ആക്യുറസിക്ക് വേണ്ടി പ്രയാസപ്പെടണമോ എന്ന്. തീർച്ചയായിട്ടും ഒരു ഫാബ്രിക്കേഷൻ വർക്കിന്റെ അതിന്റെ അവസാന ഘട്ടത്തിൽ അത് എത്ര ഫിനിഷിംഗിലായി തീരണമോ, എത്ര ആക്യുറസിയിലായി തീരണമോ, അതിന്റെ എല്ലാം മർമ്മം ഇരിക്കുന്നത് ആക്യുറസിയിലാണ്. ആക്യുറസി വിട്ടുകളയരുത്. ആക്യുറസി വിട്ടുകളയുന്നത് സാധാരണ ഒരു ജോലിക്കാരനായി ജോലി ചെയ്ത് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി വൈകുന്നേരം 5 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ ജോലി നിർത്തിപ്പോകുന്ന സാധാരണ ഒരു പണിക്കാരൻ്റെ പണി മാത്രമാണ്. എന്നാൽ ഒരു ഫാബ്രിക്കേറ്റർ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പല ടൂൾ ബോക്സ് ടോക്കുകളിലും പറയുന്നത് പോലെ, ടൂൾ ബോക്സ് ടോക്കുകളിൽ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ഒരു ഫാബ്രിക്കേറ്റർ ഏറ്റവും ആദ്യം ശരീരത്തിലെ ഏത് അവയവം കൊണ്ടാണ് പണി ചെയ്തു തുടങ്ങേണ്ടതെന്ന്. പലരും ഉത്തരം പറയാറുള്ളത് കൈകൊണ്ട് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഫാബ്രിക്കേറ്റർ ജോലി ചെയ്ത് തുടങ്ങേണ്ടത് ആദ്യം തലയ്ക്കുള്ളിലെ ഒരു വസ്തു, അതിനെ തലച്ചോറെന്നോ ബുദ്ധിയെന്നോ ബ്രെയിൻ എന്നോ അറിവെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, അത് ആദ്യം ജോലി ചെയ്തതിന് ശേഷം മാത്രമേ കൈകൊണ്ട് ടൂൾ എടുക്കാൻ പാടുള്ളൂ, മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ സുരക്ഷിതമായിട്ടും ആക്യുറസിയോടുകൂടിയും ചെയ്യാൻ പറ്റൂ. ആക്യുറസിയിൽ തന്നെ പോണം. ഇത് ഇഷ്ടമുള്ള പോലെ 100 ഉള്ളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡിൽ നമുക്ക് 100 കിട്ടില്ല. അപ്പോൾ 100ൽ നിന്ന് ഇത്ര കുറക്കണമെന്നറിയാനായിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിളിൽ ഇവിടെ മുതൽ താഴെ വരെയുള്ള മെഷർമെന്റ് നമുക്കറിയാം. എത്രയാണ്? 6 mm ആണ്. 6 mm ആണ് അതിന്റെ മെഷർമെന്റ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് 6 mm ആണെന്ന് അറിയാം. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 6 mm. ഇവിടെ 6 mm എന്ന് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഈ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ എന്താണ് പ്രയാസം? കാരണം നമുക്ക് ഇതിനകം കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന്റെ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ഡിഗ്രി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്? ഈ 100 എന്ന ലൈൻ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനും ബെൻഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ലൈനും തമ്മിലുള്ള ഡിഗ്രി 51.3 ഡിഗ്രി ആണെന്ന് കിട്ടി. എങ്കിൽ ഈ ഡിഗ്രി എത്രയായിരിക്കും? മൊത്തം ഡിഗ്രി, ഒരു വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി 360 ആണെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അതിന്റെ പകുതി എത്രയായിരിക്കും? അതായത് ഒരു ലൈൻ തുടങ്ങി ആ ലൈൻ തുടർന്ന് പോവുകയാണെങ്കിൽ ആ ലൈനിൽ ചെന്ന് അവസാനിക്കുന്ന ഡിഗ്രി എത്രയായിരിക്കും? വൃത്തത്തിന്റെ പകുതി ഡിഗ്രി ആയിരിക്കും, അതായത് 150 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഭാഗം ഇവിടം മുതൽ ഇവിടം വരെ എത്തുന്ന ഡിഗ്രി 180 ആണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് 150 എന്ന് ഇത്രയും കുറച്ചാലും മതി അല്ലേ? അപ്പൊ നമുക്ക് ഈ ഡിഗ്രിയുമുണ്ട് ഈ ഡിഗ്രിയുമുണ്ട്. ഓക്കെ, അപ്പോ ഈ ട്രയാങ്കിൾ മെഷർമെന്റ് കണ്ടെത്താൻ യാതൊരു പ്രയാസമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ 51.3 ഡിഗ്രി ഞാനിവിടെ എഴുതിയിരിക്കുന്നതാണ്. കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടത് 51.3 ഡിഗ്രി. എന്താണ് 51.3 ഡിഗ്രി എന്ന് പറയുന്നത്? ഇവിടെ നിന്ന് ഈ ലൈൻ തുടർന്ന് വരച്ചാൽ, ഹൊറിസോണ്ടലായിട്ട് തുടർന്ന് വരച്ചാൽ
ആ ലൈനും ബെൻഡ് ചെയ്ത് പൊങ്ങുന്ന ലൈനും ഇടയിലുള്ള ഡിഗ്രിയാണ്. അത് 51.3 ഡിഗ്രിയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചു. അത് 51.3 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗം 128.7 ഡിഗ്രി ആയിരിക്കുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. കാരണം എന്താണ്, ഈ ഞാനിപ്പോൾ തൊട്ടിരിക്കുന്ന ഭാഗം മുതൽ ഈ ലൈൻ വരെ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 51.3 നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 128.7 ഡിഗ്രി എന്നായിരിക്കും. ഓക്കെ, ഇത് 128.7 ഡിഗ്രി ആണെങ്കിൽ ബെൻഡിങ്ങിലൂടെ രണ്ട് ഭാഗത്തേക്കും ഈക്വലായി പൊങ്ങുകയാണ്, ഒരേ രീതിയിൽ പൊങ്ങുകയാണ്. അപ്പൊ കൃത്യം മധ്യത്തിൽ ഒരു ലൈൻ വരുന്നത് ഈ 128.7 ഡിഗ്രിയുടെ കൃത്യം പകുതികളായിരിക്കും. ഇവിടം മുതൽ ഇവിടം വരെ 128.7. ഇത് അതിന്റെ കൃത്യം മധ്യത്തിലൂടെ ബെൻഡ് ചെയ്യുന്ന പോയിന്റാണത്. ബെൻഡ് ചെയ്ത പോയിന്റിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റാണത്. ആ ലൈനിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ഡിഗ്രി 128.7 ഡിഗ്രിയുടെ പകുതിയായിരിക്കും. അതെത്രയാണ് 128.7ന്റെ പകുതി? നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 128.7നെ 2 കൊണ്ട് ഹരിക്കുക. ഞാൻ വീഡിയോയിൽ ക്ലാസ് എടുക്കുകയാണെന്ന് ഓർക്കണം. ഒരു സിനിമ കഥ പറയുന്നത് പോലെ പറയുകയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ കൂടെ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം, A4 സൈസ് ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, സ്കെയിൽ, പ്രൊട്രാക്ടർ, കോമ്പസ്, ഇങ്ങനെ വരയ്ക്കാനും പഠിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും, പെൻ, പെൻസിൽ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഞാൻ ഒരുപക്ഷെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാതെ പോയാലും ഇതിൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു, ഇപ്രകാരം ആ മെഷർമെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനടി എൻ്റെ വീഡിയോ പോസിലിട്ടിട്ട് ആ മെഷർമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇത് തുടർന്നു പോകാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 128.7നെ 2 കൊണ്ട് ഹരിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഡിഗ്രി കിട്ടും. 128.7 ഹരണം 2 സമം നമുക്ക് കിട്ടുന്നു 64.35 കിട്ടുന്നു. 128.7ന്റെ പകുതി ഇവിടം മുതൽ ഇവിടം വരെ 64.35. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 64.35. ഇപ്പുറത്തതും 64.35 ആയിരിക്കും, ഇപ്പുറത്തതും 64.35 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ട്രയാങ്കിൾ കണ്ടുപിടിച്ച ട്രയാങ്കിൾ ഇതാണ്. ഇത് 6 mm എന്നും അതിനുശേഷം നമ്മൾ ഈ ഡിഗ്രി ഇപ്പോൾ കണ്ടുപിടിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ 51.3 ഡിഗ്രി പിടിച്ചിരുന്നു. അതിൽ നിന്നാണ് 128.7 കണ്ടുപിടിച്ചത്. 128.7ന്റെ പകുതിയാണ് 64.35. അപ്പോൾ ഇവിടെ വരുന്ന ട്രയാങ്കിൾ, ത്രികോണം, നേരെ താഴെ നിന്ന് കോർണർ വരെ, ആ കോർണറിൽ നിന്ന് ബെൻഡിങ് തുടങ്ങുന്ന ഭാഗം വരെ, ആ കോർണറിൽ ബെൻഡിങ് തുടങ്ങുന്ന ഭാഗം വരെ 64.35 ആണ്, ഡിഗ്രിയാണ്. 64.35. ഇത് 64.35 ഡിഗ്രിയാണ്. ഇത് 64.35 ഡിഗ്രിയാണ്. 64.35 ഡിഗ്രിയാണ്. ഈ നീളം 6 mm നമ്മൾ മുമ്പേ എഴുതിയിട്ടുണ്ട്. വീണ്ടും അത് എഴുതുകയാണ് 6 mm. അപ്പോൾ 6 mm എന്നുള്ള ഈ മെഷർമെന്റും ഈ 64.35 ഡിഗ്രിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷർമെന്റ് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭാഗത്തുള്ള ഉള്ളിലുള്ള മെഷർമെന്റ് കിട്ടും. അതായത് ഈ ത്രികോണത്തിന്റെ ഈ മെഷർമെന്റ് ആണ്, ഇത്രയും ഭാഗത്തിന്റെ മെഷർമെന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ 100ൽ നിന്ന് എത്ര കുറക്കണമെന്ന് നമുക്ക് കിട്ടും. ആ മെഷർമെന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഡെവലപ്മെന്റിൽ ആ മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതാണ് നമ്മൾ ബെൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ മെഷർമെന്റ് കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ആവർത്തിക്കുന്നില്ല, പല പ്രാവശ്യം നിങ്ങളോട് സൈൻ തീറ്റയെക്കുറിച്ചും കോസ് തീറ്റയെക്കുറിച്ചും ടാൻ തീറ്റയെക്കുറിച്ചും പറഞ്ഞ് പഠിപ്പിച്ചു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം, ഹരണം ഹൈപ്പോട്ടിന്യൂസ്, എച്ച് കർണമാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോസ് തീറ്റ എന്നുള്ള ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, സമീപവശം, ഹരണം എച്ച് ഹൈപ്പോട്ടിന്യൂസ്, കർണം എന്ന് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് OS, എതിർവശം, ഹരണം അഡ്ജസന്റ് സൈഡ് AS,
സമീപവശം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 3 ഫോർമുലയിൽ ഏത് ഫോർമുലയായിരിക്കും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉചിതമായും വരിക? ഒരു മെഷർമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ മെഷർമെന്റും കിട്ടുന്ന ഫോർമുല ഇതിൽ ഏതായിരിക്കുമെന്നാണ് നോക്കേണ്ടത്. അത് ടാൻ തീറ്റ തന്നെയായിരിക്കും. ടാൻ തീറ്റയിൽ ടാന്റെ തീറ്റ നമുക്കുണ്ട്, ഡിഗ്രി ഉണ്ട്, നമുക്കിവിടെ ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എതിർവശം, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 6 ആണ്. അതുമുണ്ട് നമുക്കിവിടെ, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. നമുക്ക് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഹരണം അഡ്ജസന്റ് സൈഡ് AS സമീപവശം, അത് നമുക്കില്ല. അതില്ലാത്തത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ ഒരു മെഷർമെന്റ് മാത്രമാണ് ഇല്ലാത്തതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഉചിതമായ ഫോർമുല നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റയിൽ നോക്കുമ്പോൾ ടാനിൽ തീറ്റയുണ്ട്, ഓപ്പോസിറ്റ് സൈഡുണ്ട്, ഇത് മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരെണ്ണം മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഫോർമുലയിൽ മെഷർമെന്റുകൾ നമ്മൾ ആഡ് ചെയ്തിടാം, കൂട്ടിച്ചേർത്തിടാം. ടാൻ തീറ്റ, ടാൻ 64.3 എഴുതി, ഓപ്പോസിറ്റ് സൈഡ് 6 ആണ്, 6 എഴുതി, ഹരണം അഡ്ജസന്റ് സൈഡ് ഇല്ലാത്ത കാരണം അങ്ങനെ AS എന്ന് തന്നെ എഴുതിയാൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AS ആണ്, അഡ്ജസന്റ് സൈഡാണ്, സമീപവശമാണ്. അതുകൊണ്ട് ഈ അഡ്ജസന്റ് സൈഡിനെ ഇവിടെ നിർത്തിക്കൊണ്ട് മുകളിലുള്ള 6 സമത്തിന്റെ ഇടതുവശത്തേക്ക് എടുക്കുമ്പോൾ മുകളിലുള്ളത് താഴെ വരുമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ സംഭവിച്ചു. മുകളിലുള്ള 6ന് പകരം ഇവിടെ 1 മാറും. എപ്പോഴും മുകളിലുള്ള മെഷർമെന്റ് പോയി കഴിഞ്ഞാൽ താഴെയുള്ളതിന്റെ മുകളിൽ 1 ഇടണം എന്നുള്ളതാണ് കാൽക്കുലേഷനിലെ, മാത്തമാറ്റിക്സിലെ ഒരു രീതി. അത് പുലർത്തണം. ഓക്കെ, അപ്പോൾ 1 അഡ്ജസന്റ് സൈഡ് ഇസിക്വൽ ടു ടാൻ 64.35 ഡിവൈഡ് ബൈ 69. നമുക്ക് 1 അഡ്ജസന്റ് സൈഡിലെ കണ്ടുപിടിക്കേണ്ടത്. അതൊരു വ്യത്യസ്തമായ മെഷർമെന്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജസന്റ് സൈഡാണ്. എങ്കിൽ ഇതിനെ തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ എന്തെന്ന് പറയും? അഡ്ജസന്റ് സൈഡ് ഹരണം 1 എന്ന് പറയും. അഡ്ജസന്റ് സൈഡ് ഏത് മെഷർമെന്റിനെയും 1 കൊണ്ട് ഹരിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ 10നെ 1 കൊണ്ട് ഹരിച്ചാൽ 10 തന്നെ കിട്ടും. 200നെ 1 കൊണ്ട് ഹരിച്ചാൽ ഏത് മെഷർമെന്റിനെയും അതേ മെഷർമെന്റ് ഹരിച്ചാൽ അതേ മെഷർമെന്റ് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് 1 അഡ്ജസന്റ് സൈഡല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജസന്റ് സൈഡാണ്. ഇതിന് മറിച്ചിട്ടാൽ ഇവിടെ മറിച്ചിട്ടു, ഇവിടെയും മറിച്ചിടണം. അപ്പൊ 6 മറിച്ചിട്ട് മുകളിൽ വന്നു. ടാൻ 64.35 മറിച്ചിട്ടപ്പോൾ മുകളിലായിരുന്നത് താഴെ വന്നു. അപ്പൊ ഇതാണ് അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ 1. അത് തന്നെയാണ് അഡ്ജസന്റ് സൈഡ് തന്നെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 6 ബൈ ടാൻ 64.35 എത്രയാണെന്ന് കണക്ക് കൂട്ടുക. ഞാൻ കാൽക്കുലേറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ സമയം പോകും എന്നുള്ളത് കൊണ്ടും ഞാൻ മുമ്പ് എടുത്ത മെഷർമെന്റിന്റെ ഉത്തരമായി 2.89 കിട്ടുന്നു എന്നുള്ളത് കൊണ്ടും അത് തന്നെയാണോ എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക. ഞാൻ കാൽക്കുലേറ്ററിൽ കാണിച്ച സമയം ഇപ്പോൾ കളയുന്നില്ല. ഓക്കെ, അഡ്ജസന്റ് സൈഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം 2.89 ആണ്. അപ്പോൾ എന്താണ് 2.89? ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് 2.89. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് 2.89. അതായത് നമ്മളുടെ ജോബ്, അതായത് ഇവിടം മുതൽ ഇവിടം വരെയും 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 ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ നമുക്ക് 2.89 കിട്ടി. ഏതാണത്? ഈ ത്രികോണത്തിന്റെ ഈ ബെൻഡ് ചെയ്യുന്ന പോയിന്റിന്റെ നേരെ താഴെ നിന്ന് വലതോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗമുള്ള മെഷർമെന്റ് ആണ് 2.89. അത് ഞാനിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 2.89 100 താഴെയാണെങ്കിൽ 2.89 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിനുമായി നമ്മൾ വരച്ച ഈ ഭാഗത്തിന്റെ ഇപ്പോൾ കാണിച്ച ഭാഗം, അതാണ് ഈ വലുതാക്കി വരച്ചിരിക്കുന്നത്. അതിലെ താഴെ ഭാഗത്തിന്റെ മെഷർമെന്റ് ആണ് 2.89. താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് 2.89. അപ്പോ ഇത് 100 എന്നും
ഇവിടെ മുതൽ ഇവിടം വരെ 2.89 എന്നും കിട്ടിയാൽ ഇവിടെ മുതൽ ഇവിടം വരെ എത്രയായിരിക്കും? 100-ൽ നിന്ന് 2.89 കുറയ്ക്കുക. 100-ൽ നിന്ന് 2.89 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു 97.1. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്യാൻ മാർക്ക് ചെയ്യുമ്പോൾ പ്ലേറ്റിൽ അത് എത്ര വീതിയുള്ളതായാലും, ഞാനിവിടെ വീതിയൊന്നും എഴുതിയിട്ട് എത്ര വീതിയിലാണ് എടുക്കുന്നതെന്നറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിലെടുക്കാം, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വീതിയിലെടുക്കാം. വീതി എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നമുക്ക് വീതി കണക്കൂട്ടലല്ലോ ഇപ്പോൾ നമ്മളുടെ പഠന വിഷയം. അതിൻ്റെ ബെൻഡിങ്ങിൻ്റെ ഡിഗ്രി അറിയണം, ബെൻഡിങ്ങിന് ഇൻസൈഡ് അറിയണം, അതൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡെവലപ്മെന്റ് എന്ന് കരുതുക. അപ്പം നമുക്ക് ആദ്യം ബെൻഡ് ചെയ്യേണ്ടത് 97.1 എന്നുള്ള മാർക്കാണ്. അപ്പോൾ ഇവിടെ മുതൽ 97.1 മാർക്ക് ചെയ്യണം. അവിടെ ഒരു ബെൻഡിങ് കൊടുക്കണം. ബി എന്ന് എഴുതിയാൽ ബെൻഡിങ് ആണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെ 97.1 ആണെന്ന് കണ്ടു. അവിടെ ഒരു മാർക്ക് ഇടണം, ലൈൻ ഇടണം. ലൈൻ ഇട്ടു, അതിൽ ബെൻഡ് ചെയ്യണം. ബി എന്നുണ്ട്, ബെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഡിഗ്രിയിൽ കിട്ടാനുള്ളത് 50 ആണ് പൊങ്ങാനുള്ളതെന്നെല്ലാം മുമ്പ് പറഞ്ഞിരുന്നു. അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഇവിടുത്തെ ബെൻഡിങ്ങിന്റെ മെഷർമെന്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു ബെൻഡിങ്ങും കൂടിയുണ്ട്. ഇവിടെ ബെൻഡിങ് ഇവിടെയാണ് മാർക്ക് ചെയ്തതെങ്കിൽ ഈ ഭാഗത്ത് ബെൻഡിങ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പുറത്താണ്. ഇത് ഇൻസൈഡിൽ വരുന്നുവെങ്കിൽ ഇത് ഔട്ട്സൈഡ്. അതുകൊണ്ട് ഞാനിവിടെ ഈ ഡെവലപ്മെന്റിൽ 97.1 കഴിഞ്ഞ് ബെൻഡിങ് ഒരു ഷാർപ്പ് ലൈൻ വരച്ചിട്ടുണ്ട്, തിക്നെസ്. വീണ്ടും ഒരു ബെൻഡിങ് ഉണ്ട്, അത് മറ്റു സൈഡിൽ ഓപ്പോസിറ്റ് സൈഡാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഡോട്ടഡ് ലൈനാണ് ഇട്ടിരിക്കുന്നത്, കുത്തുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളുടെ മെഷർമെന്റിൽ ഇത്രയും മാത്രം നമുക്ക് കിട്ടി. 100 എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 97.1. ഈ 64.03 എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ ഡിഗ്രിയും 64.03 എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം 64.03 എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. 64.03 ഇവിടെ മുതൽ ഇവിടം വരെ 64.03 64.03 64.03 64 ഇവിടെ ഇവിടം വരെ 64. ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെ എത്രയായിരിക്കും? അതും 64 തന്നെയായിരിക്കും. എന്തുകൊണ്ട്? അടുത്ത പേജിലേക്ക് നമുക്ക് വരാം. ഇത് പാരലൽ, സമാന്തരമായി പോകുന്ന ലൈനുകളാണ് ഇതെല്ലാം. ഈ ലൈനും മുകളിൽ പോകുന്ന ഈ ലൈനും സമാന്തരമായി പോകുന്നവയാണ്. അവയെ ഒരു ലൈൻ ഖണ്ഡിക്കുകയാണ്. അങ്ങനെ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ ആ ഡിഗ്രികളെല്ലാം ഈക്വലായി തീരും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണത്. അതുകൊണ്ട് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്രകാരമുള്ള ലൈനിൽ ഇതിനും സമാന്തരമാണ് ഈ ലൈൻ. അവയെ ഖണ്ഡിച്ചുകൊണ്ടൊരു ലൈൻ വരക്കുമ്പോൾ ഖണ്ഡിച്ചുകൊണ്ട് പോകുന്ന ഇത് 53.3 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ എതിർവശത്തുള്ള എതിർവശം തന്നെ കരുതണം, ഇതിനെ എതിർവശമായിട്ട് കരുതണം. അതും 51.3 ആയിരിക്കും. ഇത് 53.3 ആണെങ്കിൽ ഇതും 51.3 ആണ്. അതായത് ഇതും എത്ര ചുരുങ്ങുന്നുവോ അതനുസരിച്ച് ഈ ലൈനും തമ്മിലുള്ള ഡിഗ്രിയും ചുരുങ്ങും. ഇത് സമാന്തരമായിരിക്കുന്ന കാലത്തോളം. ഈ കോൺ ചുരുങ്ങിയാൽ, ഈ സമാന്തരം എന്നുള്ള ലൈനിന് വ്യത്യാസം വരുത്താതെ ചുരുങ്ങിയാൽ ഓപ്പോസിറ്റുള്ള ലൈനും ചുരുങ്ങും. 51.3 എന്നുള്ളത് അതും ചുരുങ്ങും. അപ്പോൾ 51.3 ഇവിടെ 51.3 ആണ്. അതിന്റെ എതിർവശത്ത് 51.3 ആണ്. ഇതിന്റെ എതിർവശമാണെന്ന് പറയാവുന്ന കോണാണിത്. അത് 51.3 ആണ്. അതിന്റെ എതിർവശം എന്ന് പറയാവുന്ന കോണാണ് ഇവിടെ കൂടെ വരുന്നത് 51.3. അപ്പൊ അതെല്ലാം 51.3 ആണെങ്കിൽ അതിന്റെ എതിർവശത്ത് വരുന്നതും
51.3 എതിർവശത്ത് വരുന്നത് 51.3. ബാക്കിയുള്ളത് എത്രയായിരിക്കും? അതിന് 180 നിന്ന് 51.3 കുറച്ച മെഷർമെന്റ് ആണ് ഈ 128.65. അതും അപ്രകാരം തന്നെ ഇത് 128.65 ആണ്. അതിന്റെ എതിർവശത്ത് 128.65 ആയിരിക്കും. ഇത് 128.65 ആണെങ്കിൽ അതിന്റെ മറ്റൊരു എതിർവശമാണ് ഈ കാണുന്നത്. ഇവിടെ മുതൽ ഇതും 128.65 ആയിരിക്കും. അപ്പോ അതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇത് 64.03 ആണെങ്കിൽ ഇത് 64.03 ആണെന്ന്. അത് ഞാൻ കുറച്ച് കൂടി കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് മനസ്സിലാവും. 51.3 ഡിഗ്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തൊട്ട് താഴെ വരച്ചിരിക്കുന്ന 51.3 ഡിഗ്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ എതിർവശം ഈ ഒരു ലൈനും ഈ ഒരു ഡിഗ്രിക്കും സമാനമാണ്. സമാന്തരമായി വരുന്ന ഈ ലൈനും ഈ ലൈന് സമാന്തരമാണ്. ആ ലൈൻ ഈ ലൈന് സമാന്തരമാണ് ഈ ലൈൻ. അപ്പോൾ അവ തമ്മിലുള്ള കോൺ 51.3 ആണ്. 51.3 ആയിരിക്കും. ഇനി അതിന്റെ എതിർവശത്തുള്ള ഡിഗ്രിയും 51.3 ആയിരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ പേജിൽ നിങ്ങളെ കാണിച്ചു തന്നു. അത് ഒരിക്കൽ കൂടി ഇവിടെ എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒരിക്കൽ കൂടി എഴുതിയിരിക്കുന്നു, 4 സ്ഥലത്തും എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാനായിട്ട്. നമ്മളുടെ ബെൻഡിങ് ലൈൻ ഇതാണ്. ഇവിടെ മുതൽ ഇവിടം വരെയും ഇവിടെ മുതൽ ഇവിടം വരെയും ഇവിടെ മുതൽ ഇവിടം വരെയും. 51.3 വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള ഡിഗ്രി ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും 180 നിന്ന് ഈ 51.3 കുറക്കുന്നതാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളതെന്ന് പറഞ്ഞു. അതിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടം മുതൽ ഇവിടം വരെ 180. 180 നിന്ന് ഇത്രയും കുറച്ചു കഴിഞ്ഞാൽ 51.3 കുറച്ചു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് കിട്ടും. അതെത്രയാണ്? 128.7. ഇത് 128.7 ആണെങ്കിൽ അതിന്റെ എതിർവശത്തുള്ളതും 128.7 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മളുടെ ബെൻഡിങ്ങിന്റെ ലൈൻ ഇങ്ങനെ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ബെൻഡിങ്ങിന്റെ മാർക്കിംഗ് ഈ പോയിന്റിലാണ് വരുന്നത്. അവിടെ നിന്ന് ഇരുഭാഗത്തേക്കും ഈക്വലായിട്ടാണ് പൊങ്ങുന്നത് ബെൻഡ് ചെയ്യുമ്പോൾ. ബെൻഡിങ് നമ്മൾ പഞ്ചിങ് ബി ബ്ലോക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പല സിസ്റ്റത്തിൽ ചെയ്യാമെങ്കിലും ബി ബ്ലോക്കിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്ലേറ്റ് ഇതിലേക്ക് കയറ്റിയിടുന്നു, മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഷാർപ്പ് എൻഡിന് താഴെ വെക്കുന്നു, ബെൻഡ് ആവുന്നു, ഇവിടെ നിന്നും പൊങ്ങുന്നു, ഈ ഭാഗത്തും പൊങ്ങുന്നു. അപ്പോൾ ഈക്വലായിട്ട് പൊങ്ങുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഔട്ട് സൈഡ്. അപ്പോ ഈ ലൈനിനും ബെൻഡിങ് ലൈനിന്റെ ഇൻസൈഡ് മുതൽ ഔട്ട് സൈഡ് വരെയുള്ള ലൈനും തമ്മിലൊരു കോൺ വരച്ചു കഴിഞ്ഞാൽ ആ ഡിഗ്രിയും ഇപ്പുറത്തുള്ള ഡിഗ്രിയും തുല്യമായിരിക്കുമെന്ന് കഴിഞ്ഞ പേജിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഈ ഡിഗ്രി 128.7 ഡിഗ്രിയാണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിഗ്രി 128.7 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മധ്യഭാഗത്തുകൂടെ പോകുന്ന ലൈൻ ആ ലൈനും പ്ലേറ്റിന്റെ തിരശ്ചീനമായിട്ടുള്ള ഈ ലൈനും 128.7 പകുതിയായിരിക്കും. അതുപോലെ മധ്യഭാഗത്തുകൂടെ പോകുന്ന ലൈനും പ്ലേറ്റിന്റെ ചരിഞ്ഞ തലത്തിൽ കൂടി പോകുന്ന ലൈനും 128.7 പകുതിയായിരിക്കും. ഇത് 128.7 പകുതിയായിരിക്കും. ഇതും 128.7 പകുതിയായിരിക്കും. 128.7 പകുതിയാണ് 64.35. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ജോബ് ഒരിക്കൽ കൂടി ഇവിടെ വരച്ചെന്ന് മാത്രം. 64.35 ഡിഗ്രിയാണെന്ന് എഴുതിയിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞ പേജിൽ ഇവിടുന്ന് താഴോട്ടൊരു ലൈൻ വരക്കുന്നതും അവിടെ നിന്ന് വലതേക്ക് ഔട്ട്സൈഡ് വരെ ഒരു ലൈൻ വരക്കുന്നതും ഔട്ട്സൈഡിൽ നിന്ന് ബെൻഡിങ്ങിന്റെ ഇൻസൈഡ് വരെ ഒരു ലൈൻ വരക്കുന്നതുമായ ഒരു ട്രയാങ്കിൾ വരച്ചത് ഒരിക്കൽ കൂടി ഇവിടെ എഴുതിയെന്ന് മാത്രം.
64.3 ഇഞ്ച് എന്നുള്ളതും ഇവിടെ നിന്ന് നേരെ താഴെ വരെയുള്ള ദൂരം 6 തിക്കൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു, അത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇത് കണ്ടുപിടിക്കലാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ടാൻ തീറ്റ എന്നുള്ള ഫോർമുലയിലൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് നമുക്ക് കിട്ടിയത് 2.9 എന്നുള്ള അളവ് കിട്ടി. നമ്മളപ്പോൾ 100-ൽ നിന്ന് 2.9 കുറച്ചപ്പോൾ നമുക്ക് 97.1 എന്ന് കിട്ടി. 97.1 നമ്മളുടെ ഡെവലപ്മെന്റിൽ എഴുതി. ഇനി ഈ മെഷർമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 64.03 ആണെന്ന് പറഞ്ഞു. ഇതും 64.03 ആയിരിക്കും. കാരണം സമാന്തരമായി പോകുന്ന രണ്ട് ലൈനുകളുടെ ഖണ്ഡിക്കുന്ന രീതിയിൽ ഒരു ലൈൻ പോയാൽ അതിന്റെ എതിർവശങ്ങളിലുള്ള ഡിഗ്രികളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, അത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ പേജുകളിലേക്ക് പോയത്. ഇത് ഞാൻ പറഞ്ഞതാണ് 51.3 ഡിഗ്രി. ഈ കാര്യവും പറഞ്ഞതാണ്. എതിർവശങ്ങളിൽ സമാന ഡിഗ്രികൾ 51.3, ഇത് എതിർവശത്ത് വരുന്ന 51.3, ഇതും എതിർവശത്ത് വരുന്ന 51.3, ഇതും അപ്രകാരം തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. 4 വശത്തും കാണിച്ചിട്ടുണ്ട്. മാത്രം ഇതിന്റെ എതിർവശമായി ഇവിടെ 51.3 വന്നു, ഇതിന്റെ എതിർവശമായി ഇവിടെ 51.3 വന്നു, ഇതിന്റെ എതിർവശമായി 51.3 വന്നു. അത് തന്നെയാണ് ഇത് മറ്റൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നത് മാത്രം. അതായത് ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഇവിടുത്തെ ഡിഗ്രി എഴുതിയിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിച്ചത് രീതി പറഞ്ഞു 128 പോയിന്റ്. അതിന്റെ ഏകദേശം എതിർവശത്തുള്ള ഡിഗ്രി 128.7 ആണെന്നും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ മെഷർമെന്റിന് സമാനമായിരിക്കും, ലെങ്ത് ആയിരിക്കും ഇവിടത്തെ മെഷർമെന്റ് എന്ന് പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ. ഓക്കെ, 64.4 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 64.4 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയും 64.4 ഡിഗ്രി ആയിരിക്കും. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത്തിരി വലുതാക്കി വരച്ചിരിക്കുന്നു നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. അതായത് ഇവിടം മുതൽ ഇവിടം വരെയാണ് നമ്മുടെ ബെൻഡിങ് ലൈൻ. ആ ബെൻഡിങ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 64.4 ഡിഗ്രി ആയിരിക്കും. ഈ ബെൻഡിങ്ങിന്റെ ഇൻസൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 64.4 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഈ ലൈൻ 64.4 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈൻ നീട്ടി വരച്ചാൽ, ഔട്ട്സൈഡിലോട്ട് കൂടി നീട്ടി വരച്ചാൽ, അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഔട്ട്സൈഡിലേക്ക് മാറ്റി വരച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഡിഗ്രി എത്രയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നത് സിനിമ കഥ പറയുന്ന പോലെ കേട്ടുകൊണ്ടിരുന്ന പറ്റില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റിലിട്ടുകൊണ്ട് ഈ മെഷർമെന്റ്, അതായത് ഈ ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ ഈ കാണിക്കുന്ന ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയുള്ള മെഷർമെന്റ് എത്രയായിരിക്കും അത് പോസ്റ്റിലിടുക, കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം, ഒരു മുഴുവൃത്തം, അതായത് ഒരു ലൈൻ ഇവിടെ നിന്ന് തുടങ്ങി ഇതിലൂടെ തുടങ്ങി ആ ലൈനിൽ തന്നെ അവസാനിക്കുന്ന ഒരു കോൺ 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത്രയും ഭാഗം ഉള്ളതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? 360 നിന്ന് ഈ 64.4 കുറക്കണം, വീണ്ടും ഒരു 64.4 കുറക്കണം. അപ്പോൾ നമുക്ക് കിട്ടും 231.3 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രിയാണ്? 231.3 ഡിഗ്രി. ഇവിടം മുതൽ ഇവിടം വരെ 231.3 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇവിടം മുതൽ ഇവിടം വരെ 231.3 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇവിടം മുതൽ ഇവിടം വരെ 231.3 ഡിഗ്രി ആണെന്ന് കിട്ടി. എങ്കിൽ ഈ ഡിഗ്രിയും എതിർവശത്തുള്ളതാണ്. അതേ ഡിഗ്രി തന്നെയായിരിക്കും. സമാന്തരമായി പോകുന്ന രണ്ട് ലൈനുകളെ ബന്ധിക്കുന്ന, ക്രോസ് ചെയ്യുന്ന ഒരു ലൈൻ, അതിന്റെ ഏത് എതിർവശത്ത് കാണിക്കുന്നോ അതിന്റെ തീർത്തും എതിർവശത്ത് ഉള്ള ഡിഗ്രിയും സമാനമായിരിക്കും. അപ്പോൾ ഇത് 231.3 ഡിഗ്രി ആണെങ്കിൽ ഈ ഡിഗ്രിയും 231.3 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ മെഷർമെന്റ് ആയിട്ട് 64.03 എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 64.03 തന്നെയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം ഉള്ളിലുള്ള ഡിഗ്രിയും ഇവിടുത്തെ ഡിഗ്രിയും സമാനമാണെന്ന് ഇപ്പോൾ കണ്ടു.
ഉള്ളിലുള്ള ഡിഗ്രിയുടെ പകുതിയും ഈ പകുതിയും സമാനമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉള്ളിലുള്ള ഡിഗ്രിയുടെ പകുതിയും ഉള്ളിലുള്ള ഡിഗ്രിയുടെ പകുതിയും. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. അത് സമാനമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ഒരിക്കൽ കൂടി ഞാൻ ഇപ്പുറത്ത് വരയ്ക്കുകയാണ്. ഈ ചിത്രം ഞാൻ ഒരിക്കൽ കൂടി വരയ്ക്കുകയാണ്. ഈ ചിത്രം ഒരിക്കൽ കൂടി ഞാൻ അടുത്ത പേജിൽ വരയ്ക്കുകയാണ്. വ്യത്യാസമൊന്നുമില്ല. നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ആ ലൈൻ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചു, മുകളിലേക്കും താഴേക്കും. ഓക്കെ, നമ്മളുടെ മെഷർമെന്റ് ഔട്ട് സൈഡിൽ 100 ആണെന്ന് മുമ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഉള്ളിൽ 97.1 ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ 64.03 എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ലൈൻ എന്തുമാത്രം ചരിയുന്നുവോ അത്രയും തന്നെ ചരിയുന്നുണ്ട് ഇവിടെയും. കാരണം ആ ഡിഗ്രിയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഇത് 64.03 ആണെങ്കിൽ ഇത് 64.03 തന്നെ. അപ്പോൾ ഡെവലപ്മെന്റ് പ്രകാരം 97.1 ാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അത് ഷാർപ്പ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി ബെൻഡിംഗ് എന്നും ഇന്നും പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത മെഷർമെന്റ് നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. അതായത് ഇവിടേക്ക് ശേഷം ഈ ബെൻഡിംഗ് ലൈൻ ശേഷം നമ്മൾ അടുത്ത മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയല്ല, ഇത് ഔട്ട്സൈഡാണ്. ഈ പ്ലേറ്റിന്റെ ഔട്ട്സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ബെൻഡിംഗ് ഔട്ട്സൈഡ് നീട്ടിട്ടുണ്ട്. അത് ഡോട്ടഡ് ലൈനാണ് ഇട്ടിരിക്കുന്നത്. അത് എത്ര മാർക്ക് ചെയ്യണം എന്നുള്ളത്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള 64.03 എടുത്താൽ പറ്റുകയില്ല. കാരണം എന്താണ്? ഇത്രയും കുറഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ? ആ കുറഞ്ഞു നിൽക്കുന്ന എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. നോക്കുക, നമ്മളുടെ 100 എന്നുള്ള മെഷർമെന്റ് ആക്കാൻ വേണ്ടി 97.1 ബെൻഡ് ചെയ്തു. നമുക്ക് ഒരു പ്ലേറ്റ് കിട്ടി. അത് അങ്ങോട്ട് നീളത്തിൽ അങ്ങോട്ട് പോവുകയാണ്. ഇനി അടുത്ത ബെൻഡ് ഇവിടെ കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. അത് കൊടുക്കേണ്ടത് ഇവിടെയല്ല, ബെൻഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അതെത്ര എന്ന് അറിയാൻ വേണ്ടി ഇത്രയും കുറക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇത് എക്സ്ട്രാ വന്നിരിക്കുന്നതാണ് അല്ലേ, കൂടുതലാണ്. ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ, 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ കൂടുതലുണ്ട്. അത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും പഠിപ്പിക്കുന്നതിന്റെ രീതിയിൽ ഞാൻ ഇങ്ങോട്ട് ഈ മെഷർമെന്റിലേക്ക് നോക്കാൻ പറയുകയാണ്. ഇവിടെ നിന്ന് താഴോട്ടൊരു ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് വലതോട്ട് വരച്ചിട്ട് വലതുവശത്തുനിന്ന് ബെൻഡിങ്ങിന്റെ ഇൻസൈഡ് മെഷർമെന്റിലേക്ക് വരുന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വരച്ചത്. അത് ചെറുതാക്കി ഞാനിവിടെ വരച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടിയത്? 2.9 എന്നാണ് കിട്ടിയത്. .9 നമുക്ക് കിട്ടിയത് മെഷർമെന്റ്. ഓക്കെ, അതുകൊണ്ട് അത് 2.9 ആയതുകൊണ്ട് ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ വരച്ചു കഴിഞ്ഞാൽ 2.9 കൂടുതലുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ സ്ഥിതിക്കും. ഇവിടെ നിന്ന് 90 ഡിഗ്രി താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് 2.9 തന്നെയായിരിക്കും. നമ്മൾ കണ്ടു ഈ ലൈനിന്റെ ഇങ്ങോട്ടുള്ള ഡിഗ്രിയും തുല്യമായിരിക്കുമെന്ന്. അപ്പൊ ഇത് 2.9, ഇവിടെ ഈ ത്രികോണം 2.9 ദൂരം ആയിരിക്കും ഇൻസൈഡിലെ ലെവലിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം. അത് തന്നെയാണ് ഇവിടെയും. ഇൻസൈഡിൽ നിന്ന് പ്ലേറ്റിന് സമാന്തരമായിട്ട് 2.9 അവിടെയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, തള്ളി നിൽക്കും. ആ സ്ത്രീവിശേഷം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെയും വരുന്നുണ്ട്. അതേ മെഷർമെന്റുകൾ തന്നെയാണ്. ഇത് RMM ആണ് എങ്കിൽ ഇത് 2.89 തന്നെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നു. ഇവിടെ 2.89 കൊടുത്തതുപോലെ ഇവിടെ 2.89 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിച്ചു. ഇവിടെ നിന്ന് 2.89 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിച്ചു. അത് തന്നെയാണ് ഇവിടെ. ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ അതിൽ നിന്ന് 2.89 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് ഈ ത്രികോണത്തിലൂടെ നിങ്ങൾക്കറിയാം. ഈ ത്രികോണം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലൈൻ ആണ്
ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈൻ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈനാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ലൈൻ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈനാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൈൻ. അപ്പോൾ ഇത് 2.9 ഇൻസൈഡിൽ മെഷർമെന്റ് ചെയ്യുന്ന പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. ഈ ത്രികോണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 90 ഡിഗ്രി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് 2.9 മാറിയായിരിക്കും ഔട്ട്സൈഡ് മെഷർമെന്റ് വരികയെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി. അതൊരിക്കൽ കൂടി ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നതാണ്. ഈ ത്രികോണത്തിൽ ഈ ബെൻഡിങ്ങിൽ വരുന്ന ലൈൻ, അതായത് ഇവിടെ മുതൽ എൻഡ് വരെ 100 ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെ 97.1 ആണ്. 2.9 mm കുറച്ചത് കൊണ്ടാണ് 97.1 ആയതെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മെഷർമെന്റ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് 64.03. അത് തന്നെയാണ് 64.03 ആണ് ഇവിടം മുതൽ ഇൻസൈഡ് മുതൽ ബെൻഡിങ്ങിന്റെ ഔട്ട്സൈഡ് വരെ. ഇൻസൈഡ് മുതൽ ബെൻഡിങ്ങിന്റെ ഔട്ട്സൈഡ് വരെ. പക്ഷെ നമ്മളിപ്പോൾ 2.9 എന്നുള്ള ഒരു മെഷർമെന്റ് ഇവിടെ കണ്ടുപിടിച്ചു. ഇവിടം മുതൽ ഇവിടം വരെ 2.9 ആണെന്ന് ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെ 2.9. ഇനി ഇവിടം മുതൽ ഇവിടം വരെ 64.03 അല്ലേ? അപ്പം ഇവിടം മുതൽ ഇവിടം വരെ 64.03, ഇവിടം മുതൽ ഇപ്പോൾ 2.9 ആണെങ്കിൽ ബാക്കി ഇവിടം മുതൽ ഇവിടം വരെയുള്ള എത്രയായിരിക്കും? 64.03 നിന്ന് 2.9 കുറയ്ക്കുക. അതായിരിക്കും ഇവിടം മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ്. നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 64.03 നിന്ന് 2.9 കുറയ്ക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 61.1 ആയിരിക്കും. അതായത് ആദ്യത്തെ ബെൻഡിങ്ങിന്റെ ഇൻസൈഡ് മുതൽ അടുത്ത ബെൻഡിങ്ങിന്റെ ഇൻസൈഡ് വരെ, ഔട്ട്സൈഡ് അല്ല ഇൻസൈഡാണ് നമുക്ക് വേണ്ടത്, 61.1 ആയിരിക്കും. ഇതാണ് നമുക്ക് ബെൻഡ് ചെയ്യാൻ മാർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ 64 എന്നുള്ള മെഷർമെന്റ് അല്ല. നിങ്ങൾ ഈ ഡയഗ്രാം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്യുറസിയോട് വർക്ക് ചെയ്ത് ശീലിക്കുക. എങ്കിൽ മാത്രമേ സാധാരണ വ്യത്യസ്തമായി ഫാബ്രിക്കേറ്റർ അല്ല ഫാബ്രിക്കേറ്ററുടെ ഫാബ്രിക്കേറ്റർ ആകാൻ പറ്റുകയുള്ളൂ. ഫാബ്രിക്കേറ്ററുടെ ഫാബ്രിക്കേറ്ററെയാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. എഞ്ചിനീയറുടെ എഞ്ചിനീയറായി തീരുക. എഞ്ചിനീയറിനെയാണ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. സയന്റിസ്റ്റായി കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല എഞ്ചിനീയറിംഗ് എന്ന കല. സയന്റിസ്റ്റിന്റെ സയന്റിസ്റ്റ് ആവുക, ഇൻവെൻഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ മെഷർമെന്റുകളും നമുക്ക് കിട്ടി. 100 ഔട്ട്സൈഡ് കിട്ടാൻ 97.1 മാർക്ക് ചെയ്യണം. 64 ഔട്ട്സൈഡ് ടു ഇൻസൈഡ് കിട്ടാൻ മാർക്കിങ് ഇവിടം മുതൽ ഇവിടം വരെ 61.1 കിട്ടണം. അതായത് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ചെയ്യുമ്പോൾ ഔട്ട്സൈഡിൽ മാർക്ക് ചെയ്യണം. അതിനാണ് ഞാൻ ഇവിടെ, അതായത് ഇവിടം മുതൽ ഇവിടം വരെ മാർക്ക് ചെയ്യുമ്പോൾ 61.1 മാർക്ക് ചെയ്യണം. ബെൻഡിങ്ങിന് ശേഷം അതിന്റെ ഔട്ട്സൈഡിൽ 61.1 മാർക്ക് ചെയ്യണം. ബെൻഡിങ്ങിന് ശേഷം അവിടുത്തെ ബെൻഡിങ്ങിന് ശേഷം ഇത്ര എക്സ്ട്രാ വരും, അത് 64 തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാ മെഷർമെന്റുകളും കിട്ടി. നമുക്കപ്പോൾ ഈ ഡെവലപ്മെന്റിൽ ഇത്രയും ഭാഗം കൂടി പൂരിപ്പിക്കാം. ഇവിടെ എത്രയാണ് എഴുതേണ്ടത്? 61.1. അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. 97.1 എന്നുള്ള മെഷർമെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു ലൈൻ വരക്കുക, അവിടെ ബി ബെൻഡിങ് ചെയ്യുക. അത് ഇൻസൈഡിലാണ് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഷാർപ്പ് എൻഡ് കൊടുത്തിരിക്കുന്നത്, ഷാർപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത മെഷർമെന്റ് 61.1 നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്. 61.1 നോക്കുക. ഈ ഇൻസൈഡ് മുതൽ അടുത്തതിന്റെ ഇൻസൈഡ് വരെയാണ്, ഔട്ട്സൈഡ് അല്ല, ഇൻസൈഡ് വരെ. എല്ലാ മാർക്കിങ്ങുകളും ഇൻസൈഡ് വെച്ചായിരിക്കണം ചെയ്യണം. എന്നാൽ മാത്രമേ ഔട്ട്സൈഡ് കറക്റ്റായി കിട്ടുകയുള്ളൂ. തിക്നെസ് കൂടുന്തോറും ആക്യുറസി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഔട്ട്സൈഡ് മെഷർമെന്റുകൾ തെറ്റായി വരും. അപ്പോൾ 97.1 കിട്ടി, 61.1 കിട്ടി. ഇത് ബെൻഡിങ് ഇൻസൈഡിലാണ് ചെയ്യേണ്ടത്, ഉള്ളിലാണ് ചെയ്യേണ്ടത്. അടുത്ത ബെൻഡിങ് ഔട്ട്സൈഡിലാണ് ചെയ്യേണ്ടത്. ഞാൻ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുണ്ട്, കുത്തുവായിട്ടിട്ടുണ്ട്. അടുത്തത് 100 തന്നെയാണ്. കാരണം എങ്ങനെയാണ്? അടുത്തത് ഓൾറെഡി നമുക്കുള്ളതാണ് ആ മെഷർമെന്റ്. നമുക്ക് തന്ന കൂട്ടത്തിൽ അത് ഉള്ളതാണ്, അതിന് പ്രത്യേകിച്ച് എടുക്കണ്ട. ഇതാണ് നമ്മൾക്ക് ഓൾറെഡി തന്നതാണ്. ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇത് 100 എന്നും ഇത് 40 എന്നും
ഇത് 100 തന്നിരിക്കുന്നത്. അതായത് ഔട്ട്സൈഡ് മുതൽ ഇൻസൈഡ് വരെയുള്ള മെഷർമെന്റ് തന്നെയാണ്. ഔട്ട്സൈഡിലെ മെഷർമെന്റ് തന്നിരുന്നെങ്കിൽ നമുക്ക് അതും കൂടി കുറയ്ക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ 100 തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റിൽ അവിടെ 100 എന്ന് തന്നെ എഴുതണം. അപ്പോൾ അവിടുത്തെ ഡെവലപ്മെന്റിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് 100 എന്ന് എഴുതി. അവിടെ ബെൻഡിങ് ഔട്ട്സൈഡ് ആണ് 61.1 എന്ന് എഴുതി. അവിടെ ബെൻഡിങ് ഇൻസൈഡ് ആണ് 97. ഇതാണ് ബെൻഡിങ്ങിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു വീഡിയോ സിനിമ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് പോലെ കാണരുത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ A4 സൈസ് നോട്ട്ബുക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം, പെന്നുണ്ടാവണം, പെൻസിൽ ഉണ്ടാവണം, കാൽക്കുലേറ്റർ അത്യാവശ്യമായിട്ടുണ്ടാവണം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം.